നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നോർത്തേൺ അയർലൻഡിലെ കോൾറൈൻ എന്ന് പറഞ്ഞ ടൗണിലാണ്. ഇവിടെ നമ്മുടെ രണ്ട് കൂട്ടുകാരുടെ പുതിയൊരു വീട് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. പുതുതായിട്ട് UK-ൽ വീട് വാങ്ങാൻ താല്പര്യമുള്ളവരെല്ലാം ഈ വീഡിയോ കണ്ടോളൂ. കാരണം ഇതിനകത്ത് ഞങ്ങൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് പുതിയൊരു വീട് വാങ്ങിക്കുന്നത്, അതിനെന്തൊക്കെ സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു, അവരെങ്ങനെയാണ് ഈ ഒരു വീട് മേടിച്ചിട്ട് ഇപ്പോൾ ഈ വീട്ടിലേക്ക് താമസം മാറ്റിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. താമസിയാതെ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് നമുക്ക് കാണാം എന്തൊക്കെയാണോ എന്നുള്ളത്. വാ. ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അന്നേരം ഇതാണ് നമ്മുടെ രണ്ട് കൂട്ടുകാര്, അമൽ, ജ്യോതി. അന്നേരം ഇവരിവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളം അല്ലേ? അതെ, 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷത്തിനുള്ളിലാണ് ഇവർ ഈ ഒരു വീട് വാങ്ങിയത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ലിവിങ് റൂമിലാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല അതിമനോഹരമായിട്ടുള്ള വൈറ്റ് എയറി ഒരു സർഫസ് ഒക്കെ ഉള്ള ഒരു ലിവിങ് റൂമാണ്. ഒരു ഒലിവ് ഗ്രീൻ ആൻഡ് യെല്ലോ തീം കൊടുത്തിട്ട് ഞങ്ങൾ ചെയ്തേക്കുന്നതാണ്. ഇതാണ് എൻ്റെ സാമ്രാജ്യം, കിച്ചൺ. ഇത് UK ഇവിടെ പെണ്ണിന് ആണ് അങ്ങനെ ഒരു ഇതില്ല, എല്ലാവർക്കും കിച്ചണിൽ കയറാം. ഞാനും ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നിന്റെ ഏരിയ പറയാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് കുക്ക് ചെയ്തെങ്ങനെ കാര്യങ്ങൾ നടക്കുമല്ലോ, അന്നേരം അത് പൊളിഞ്ഞിരിക്കുന്നു. അപ്പൊ ശരി പോട്ടെ. അപ്പൊ ഞങ്ങളുടെ കിച്ചൺ അതെ, ഇവിടെ ഈ ഒരു ഐലൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളൊരു പാർട്ടീഷന് വേണ്ടിയിട്ട് ഇതൊന്ന് എക്സ്ട്രാ കസ്റ്റമൈസ് ചെയ്തതാണ്. നോർമലി ഇവിടെ വീടുകളെന്ന് പറഞ്ഞാല് അതായത് കിച്ചണും ഡൈനിങ് ഏരിയയും കൂടെ ഒറ്റ ഇതായിട്ടായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാന്നുള്ള ഒരു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ജസ്റ്റ് ഒരു കബോർഡ് അടക്കി കയറ്റി ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ ചെറിയൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നും നമുക്ക്. ഇത് നമ്മുടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂമാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ്, ഒരു വാഷ് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു വാതിൽ വെച്ചിട്ടുണ്ട്. ഗാർഡനിലേക്ക് ഇറങ്ങാം. ഇതാണ് ഒരു കോമൺ ടോയ്ലറ്റ്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബെഡ്റൂം ആണ്. ഞങ്ങളുടെ വാർഡ്രോബ് ഉണ്ട്, അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ 3 ബെഡ്റൂമാണ് മൊത്തത്തിലുള്ളത്. അതിൽ കിഡ്സ് ബെഡ്റൂമാണിത്. പിന്നെ ഇത് ഗസ്റ്റ് റൂമാണ്. ഇവിടെ നമ്മളൊരു വാർഡ്രോബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റീസെന്റ് വീട് മേടിച്ചവരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പുതുതായിട്ട് വീട് മേടിക്കാൻ പോകുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്തോ? നമ്മൾ വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് പല ആൾക്കാരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക. അഭിപ്രായം ചോദിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം, നമ്മളുടെ സ്വന്തം ഇഷ്ടമാണ്. അത് കേൾക്കുക. കാരണം നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും, അതിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ കഴിവതും വീടുകൾ പോയി കാണാനായിട്ട് ശ്രമിക്കുക. കുറെ വ്യൂവിങ് എടുത്ത് പോയി കാണുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു പ്രൈസിനുള്ളതുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് കൂടുതലാണോ കുറവാണോ. കുറെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും പിടി കിട്ടും. അല്ലാതെ ചുമ്മാതെ നമ്മൾ ഇടിപിടിന്ന് കയറിയ ഒരു വീട് വാങ്ങിക്കരുത്. ഞങ്ങളുടെ പ്രോസസ് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഏതാണ്ട് 1 വർഷത്തോളം എടുത്തു ഇതിനെല്ലാത്തിനും കൂടെ. അപ്പൊ അതുപോലെ ടൈം എടുത്ത് തന്നെ വീട് കണ്ട് അഭിപ്രായങ്ങളെല്ലാം ചോദിച്ച് ചെയ്യുക. പിന്നീട് ഉള്ളൊരു കാര്യം, നമ്മളുടെ കയ്യിലെ ബഡ്ജറ്റ് നോക്കി മാത്രം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കാണും. അപ്പൊ അവര് പറയുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കാതെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത്, നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്ത് പോവുക. അല്ലെങ്കിൽ കടം കൂടും. UK ആണ്, കൂടുതൽ പണിയെടുക്കേണ്ടി വരും. നമ്മുടെ ഈ ഒരു ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ എല്ലാവരെയും വീണ്ടും കാണാം. ബൈ ബൈ.